ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു മനിക്കുട്ടൻ മസ്കറ്റിൽ പോവാണ്. അപ്പോൾ മനിക്കുട്ടൻ പോണതിന് മുന്നേ ഉള്ള ഷോപ്പിംഗ് വീഡിയോ ആണ്. മനിക്കുട്ടൻ സെപ്റ്റംബർ 4-ാം തീയതിയാണ് പോയത്. ഞങ്ങൾ 3-ാം തീയതിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ സമയം കിട്ടിയത് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇരുമ്പനത്തുള്ള മഞ്ജു ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഷർട്ട്സൊക്കെ എടുക്കാൻ വേണ്ടി പോയത്. അപ്പോൾ മാമനാണ് മനിക്കുട്ടൻ ഷർട്ടൊക്കെ എടുത്തെടുത്തത്. അപ്പോൾ മാമൻ പറഞ്ഞ് അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് മാമൻ ഞങ്ങളെയും കൂട്ടിയിട്ട് അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ റീൽസൊക്കെ കണ്ടിട്ടാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ നല്ല അടിപൊളി ഷർട്ട്സൊക്കെ ഉണ്ടായിരുന്നു. 450-500 റേഞ്ചിനുള്ള നല്ല കിടിലൻ ഷർട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് ഷർട്ടും ആവശ്യമായിട്ടുള്ള കുറച്ച് ഡ്രസ് മെറ്റീരിയൽ അങ്ങനെ ഇങ്ങനെയൊക്കെ മനിക്കുട്ടൻ എടുത്തു. അപ്പോൾ ഇത്രയൊക്കെയാണ് ബില്ല് വന്നത്. അതിൻ്റെ പകുതി എല്ലാം മോബിവാഞ്ചിയായിരുന്നു സ്പോൺസർ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. അവിടെ നിന്ന് ഷർട്ടുകളൊക്കെ മാത്രമേ എടുത്തുള്ളൂ. ജീൻസൊന്നും എനിക്കധികം ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ നേരെ വിചാരിച്ചു സ്റ്റുഡിയോ പോയിട്ട് ജീൻസ് എടുക്കാമെന്ന്. അപ്പോൾ വന്ന വഴിക്ക് കരിക്കൊക്കെ കുടിച്ചു. മനിക്കുട്ടനും ചന്തുചേട്ടനും വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. അങ്ങനെ അവരും വന്നു. ഞങ്ങൾ കരിക്കൊക്കെ കുടിച്ചിട്ട് നേരെ സ്റ്റുഡിയോയിൽ പോയി. സ്റ്റുഡിയോയിൽ പോയിട്ട് മനിക്കുട്ടന് 2 ബാഗി ജീൻസാണ് എടുത്തത്. ഒരു ബ്ലൂ കളറും ഒരു ബ്ലാക്ക് കളറും, അങ്ങനെ 2 ബാഗി ജീൻസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സ്റ്റുഡിയോന്ന് നേരെ മനിക്കുട്ടൻ്റെ വീട്ടിലേക്കാണ് വൈകിട്ട് പോണത്. അപ്പോൾ അതിന് മുന്നേ ഞാൻ മനിക്കുട്ടന് ഗിഫ്റ്റായിട്ട് ഒരു പെർഫ്യൂം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഇത് മാൻ എന്ന് പറഞ്ഞ കമ്പനീൻ്റെ പെർഫ്യൂമാണ്. 4 വേരിയൻസ് ആയിട്ടുള്ള ഫ്രേഗ്രൻസ് പറഞ്ഞ പെർഫ്യൂമാണ്. 4ഉം നല്ല കിഡിലൻ ഫ്രേഗ്രൻസ് ആയിരുന്നു. മീൻസ് എനിക്ക് എന്നെക്കാളും കൂടുതൽ മനിക്കുട്ടന് അതിൻ്റെ ഫ്രേഗ്രൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു. ഒരെണ്ണം നമ്മുടെ ചെറുനാരങ്ങയുടെ സ്മെല്ല്, ഒരെണ്ണം നമ്മുടെ ഉണക്കനാരങ്ങയുടെ സ്മെല്ലൊക്കെ, നല്ല അടിപൊളി പെർഫ്യൂംസൊക്കെ ആയിരുന്നു. അങ്ങനെ 4 വെറൈറ്റി ആയിട്ടുള്ള പെർഫ്യൂംസൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഞാനിത് മനിക്കുട്ടന് ചുമ്മാ എന്തെങ്കിലും ഞാൻ കൊടുക്കണ്ടേ എന്നുള്ള രീതിയിൽ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ മനിക്കുട്ടന് ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പെർഫ്യൂമൊക്കെ വാങ്ങിച്ചിട്ട് നേരെ മനിക്കുട്ടൻ്റെ വീട്ടിലേക്ക് അവരാദ്യം പോയി. ഞാൻ പിന്നെ രണ്ടാമതാണ് പോയത്. ഞാനും മൊട്ടച്ചനും കൂടിയാണ് പോണത്. അപ്പോൾ എനിക്ക് മനിക്കുട്ടന് കുറച്ച് അച്ചാറും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഒന്നും ഉണ്ടാക്കണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ വാങ്ങാൻ വേണ്ടി ഞാനും മുട്ടച്ചനും കൂടി കുറച്ച് കഴിയുമ്പോഴേക്കും പോകാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ മനിക്കുട്ടനൊക്കെ നേരത്തെ പോയി. അങ്ങനെ ഒരു 6-6:30 ആയപ്പോഴത്തേക്ക് മുട്ടച്ചൻ വന്നു. മുട്ടച്ചൻ വന്നിട്ട് ഞാനും മുട്ടച്ചനും കൂടി സ്റ്റുഡിയോ പോയിട്ട് മുട്ടച്ചനും മനിക്കുട്ടനും ഒരു ഷൂസ് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ഷൂ ഒക്കെ വാങ്ങിച്ചു. അതൊന്നും വീട്ടിൽ എടുത്തില്ല. അതിന് ഞങ്ങൾ വീട്ടിൽ പോയി പാക്കൊക്കെ ചെയ്ത്. ഇത് രാവിലെ ഞങ്ങൾ മനിക്കുട്ടൻ 8:30ക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് 5 മണി 4:30 ആയപ്പോഴത്തേക്ക് ഇറങ്ങി. നേരെ അവിടെ പോയിട്ട് എയർപോർട്ടിന് ഫ്രണ്ടിലുള്ള ഒരു കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു. അപ്പോൾ എല്ലാവരുടെയും മുഖം തന്നെ കണ്ടാലറിയാം. അപ്പോൾ ഞാനും അമ്മയും മനിക്കുട്ടനും കുഞ്ഞാവയും പിന്നെ ശരത്തേട്ടനും കൂടിയാണ് കാറിൽ പോയത്. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മയും ചാച്ചനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജിഷ്ണു ചേട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. മനിക്കുട്ടൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് ഇച്ചിരി കുറവായിരുന്നു ആൾക്കാർ. പക്ഷേ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു അവിടെ. അപ്പം ഞാൻ കരയാണ്ടിരിക്കുന്നപ്പോൾ അമ്മ വന്നപ്പോൾ തന്നെ എന്നെ കരയിപ്പിച്ചു. അപ്പം എല്ലാവരും കരയാണ്ടൊക്കെ പിടിച്ച് നിന്നെങ്കിലും ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എല്ലാവരും കരഞ്ഞു ഗൈസ്. അങ്ങനെ മനിക്കുട്ടനെയും കരയിപ്പിച്ചു ഞാൻ. അപ്പോൾ സുധിയേട്ടനൊക്കെ ഇവിടെ നിന്നിട്ട് പറയാണ്, സുധിയേട്ടനെ എല്ലാവരും കളിയാക്കാണ്, വീഡിയോ എടുക്കാൻ ഇനി ആളില്ലല്ലോ, സുധി ഐഫോൺ വിൽക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കായിരുന്നു. അപ്പോൾ സുധിയേട്ടന് വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടി പോണേൻ്റെ സങ്കടത്തിലാണ്. മനിക്കുട്ടനെ മിസ് ചെയ്യുമല്ലോ, കാരണം അപ്പോൾ അങ്ങനെ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നു. മനിക്കുട്ടന് ഭയങ്കര സങ്കടം. പക്ഷെ പുറത്ത് കാണിക്കാണ്ട് പുള്ളി പിടിച്ച് നിൽക്കണമായിരുന്നു മാക്സിമം. അച്ഛനിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടൊക്കെ ഇരിക്കായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ചെക്കൻ വിട്ടു പോവാണ് ഗൈസ്. വെയിറ്റ് സുധി തിന്നാനുണ്ടോന്നാണ് ചോദിക്കണേ. സമയത്ത് കരി അല്ല ഇമോഷൻ വരണം. ആക്ഷൻ കറി കെട്ടിപ്പിടിച്ച് കറി ഒന്ന് അഭിനയിക്കടാ. മനു അഭിനയിക്കാൻ പോണ് ഗൈസ്. മനുവിന്റെ കണ്ണൊക്കെ ചുവന്നുണ്ട്. ഞാൻ കരയൂല. അതന്നെ, അതിന്റെ ഒരു കുറവുണ്ട്. കരയടാ, കരഞ്ഞിട്ട് പോടാ, കരയടാ.
സ്വത്ത് കരയാൻ പോണ് ഗൈസ്. സ്വത്ത് കരയാൻ പോണ്. ആ ലാപ്ടോപ്പ് ബാഗ് പിടിച്ചോ? പരിക്കിട്ടും പോകുന്നല്ലേ ഏറ്റവും സങ്കടപ്പെടുന്നവര്. അഭിനയിച്ചിറങ്ങി വിഷമം കൊണ്ടാണ്. കിട്ടണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു കരച്ചിലും വീഴ്ചയിലൊക്കെ കഴിഞ്ഞ് മനിക്കുട്ടൻ പോയി. അപ്പോൾ മനിക്കുട്ടൻ ഒരു 5:30 ആയപ്പോഴത്തേക്കും റിപ്പോർട്ട്, കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ പോണേ. അപ്പോൾ നേരത്തെ റിപ്പോർട്ട് ചെയ്യാം, 3 മണിക്കൂർ മുന്നേ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ നിർത്തിട്ട് ഞങ്ങൾ നേരത്തെ പോയതാണ്. 8:30ക്കാണ് സത്യം പറഞ്ഞ ഫ്ലൈറ്റ്. അങ്ങനെ ഞങ്ങൾ പേടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. ആദ്യമായിട്ട് പോകുമ്പോഴത്തേക്കും ബാഗിലൊക്കെ വെയിറ്റ് കൂടുതലാണോ എന്ന്. നമ്മൾ രാത്രി 12 മണിയല്ല 1 മണിയൊക്കെ ആകുമ്പോഴാണ് ഞങ്ങൾ ഇതൊക്കെ ബാഗൊക്കെ പാക്ക് ചെയ്യണത്. എന്നിട്ട് വെയിറ്റ് നോക്കാനൊരു വഴിയില്ലാത്തതുകൊണ്ട് ചതുച്ചേട്ടൻ ഓടിപ്പോയി വീട്ടിൽ നിന്ന് വെയിറ്റ് മെഷീനൊക്കെ എടുത്തിട്ട് വന്ന് നോക്കിയപ്പോഴാണെങ്കിലും വെയിറ്റ് കൂടുമോ എന്നുള്ള പേടിയൊക്കെ ആയിരുന്നു. അങ്ങനെ നൈറ്റൊക്കെ നല്ല എല്ലാവരും ഉണ്ടായിരുന്നു. ഉറങ്ങിയിട്ടൊന്നുമില്ല, മര്യാദയ്ക്ക് അടിപൊളിയായിരുന്നു. മീൻസ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മനിക്കുട്ടന് അടിപൊളി എന്ന് പറഞ്ഞാൽ സങ്കടമുണ്ട് എന്നാൽ സന്തോഷമുണ്ട് എന്നുള്ള സെറ്റപ്പാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഹാപ്പി ആയിട്ട് മനിക്കുട്ട അവിടെ എത്തി. ഇപ്പോൾ മനിക്കുട്ട പോയിട്ട് 1 മാസത്തോളമായി. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരും എന്നെ കളിയാക്കും, എങ്കിൽ പോലും എനിക്ക് കോളേജും പരിപാടിയും എല്ലാം കൂടി മാനേജ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ലേറ്റ് ആകും. സാറില്ല ഗൈസ്, നമ്മൾ വരുന്നല്ലേ ഉള്ളൂ, ശരിയായി വരുന്നല്ലേ ഉള്ളൂ, പയ്യെ സെറ്റാക്കാം. അങ്ങനെ ഞങ്ങൾ മനിക്കുട്ടനെയൊക്കെ യാത്ര അയച്ചിട്ട് ഞങ്ങളെല്ലാവരും തിരിച്ച് എയർപോർട്ടിൽ നിന്ന് കുറച്ച് നേരം അവിടെ മനിക്കുട്ടൻ പോകണ വരെ അവിടെ നിന്നിട്ട് കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിപ്പോൾ ചന്തുചേട്ടനൊക്കെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നു. അവൻ്റെ കാര്യങ്ങളൊക്കെ അകത്തും എല്ലാം നോക്കിയത് ചന്തുചേട്ടനാണ്. അങ്ങനെ ഞങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പോന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോക്കൊക്കെ ആയിട്ട് ഫോളോ ചെയ്യാം.